ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് കണ്ടത്. ചിദംബരത്തിന്റെ രണ്ടാമത്തെ സിനിമ ജാനമൻ എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. തിയേറ്ററിൽ ഒരു ആഘോഷമാക്കിയ ഒരു സിനിമയാണ്. സോ യങ്സ്റ്റേഴ്സിനെ എല്ലാം ചേർത്ത് പിടിച്ച് ഒരു മലയാള സിനിമ വീണ്ടും വീണ്ടും റിലീസായിരിക്കുകയാണ്. സോ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ മലയാള സിനിമകൾക്ക് ഇവിടെ ആളില്ല, പ്രേക്ഷകരില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന കുറേ ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് അടിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ പറയും റിവ്യൂവേഴ്സ് ഇല്ലായ്മ ചെയ്തതുകൊണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഈ സിനിമയുടെ കഴിഞ്ഞ ദിവസത്തെ റിലീസിന് തലേ ദിവസത്തെ ബുക്കിംഗ് മാത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഈ സിനിമ എത്രത്തോളം ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത്. മഞ്ഞുമൽ ബോയ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു യഥാർത്ഥ സംഭവം നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പത്രത്തിൽ വായിച്ചറിഞ്ഞ ഒരു യഥാർത്ഥ സംഭവത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമ. അപ്പോൾ അതിനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കണം, കൂടുതൽ എക്സാജറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നോക്കി വെച്ചുകൊണ്ട് വളരെ കൂളായിട്ട് വളരെ അടിപൊളിയായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. സോ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ഒരു എൻജോയ് മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ആ എൻജോയ് മൂഡിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ആക്ടേഴ്സും ആരെ എങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഏരിയാസ് വളരെ നൈസായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കൂൾ മൂഡിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സിനിമയുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹാർഡായിട്ട് മാറി പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് ഇൻസിഡൻറ്റിലേക്ക് എത്തുന്നു. ആ ഇൻസിഡൻറ്റിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകനെ മനസ്സിലായി അതുവരെ ഉണ്ടായിരുന്നൊരു മൂഡല്ല, ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ശ്വാസം മുട്ടിക്കുന്ന ടൈപ്പുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. പിന്നീട് അങ്ങോട്ട് പോകുന്തോറും സിനിമയുടെ ഒരു ഹാർഡ്നെസ് കൂടി വരും. ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, മേക്കിങ്, റൈറ്റിങ്, ഡിറക്ഷൻ, ആർട്ട് വർക്ക് എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടലി നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ കണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ തന്നെ പലപ്പോഴും അയ്യോ ഇത് എന്താണ്, ഇതൊക്കെ ഇവരിങ്ങനെ അനുഭവിച്ചതാണോ എന്നുള്ളൊരു ചോദ്യം പോലെ നമ്മുടെ മനസ്സിലിങ്ങനെ വല്ലാണ്ടുണ്ടായിപ്പോവും. അത്രയും അടിപൊളിയായിട്ട് ആ ഒരു ക്രിയേറ്റിവിറ്റി ഭയങ്കര ഗംഭീരമാണ് കേട്ടോ. ചിദംബരം എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് വളരെ സൂപ്പർബായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ റൈറ്റിംഗ് ആണെങ്കിലും മനോഹരമായിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സുഷിൻ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഷൈജു ഖാലിദിൻ്റെ സിനിമാറ്റോഗ്രഫി എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതിനെ ആ ഒരു കറക്റ്റ് മൂഡിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. എസ്പെഷ്യലി ഇതിൻ്റെ ഇൻ്റർവെൽ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഫുള്ളൊരു ഡാർക്ക്നെസ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നമ്മൾ കാണുന്നത്. ആ അത്രയും ഏരിയാസിൽ വെച്ചിട്ട് കറക്റ്റ് അത് ആ ഒരു ഇമോഷൻ പ്രേക്ഷകൻ്റെ ഉള്ളിൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനെല്ലാം സിനിമാറ്റോഗ്രഫി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഓരോരുത്തരുടെ പെർഫോമൻസ് എല്ലാം വളരെ ഗംഭീരമാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പലപ്പോഴും നമ്മുടെ നാട് വിട്ട് നമ്മൾ അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്. സോ ഈ സിനിമയിൽ അത് വളരെ കറക്റ്റായിട്ട് അത് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വാല്യൂ, അയ്യോ അത് ഭയങ്കര രക്ഷയില്ല കേട്ടോ. അതിനകത്ത് ഒരൊറ്റ ഡയലോഗ് ഉണ്ട്, നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ആ ഒരു സീനിൽ നമ്മൾ കൈയടിച്ചു പോകും. കൈയടിക്കാതിരിക്കാൻ നമുക്ക് പറ്റൂല. കാരണം ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ ഡയലോഗിൽ നമ്മളെ കണ്ണും മനസ്സും നിറഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ഡയലോഗാണ് അവിടെ അടിച്ചിട്ടുള്ളത്. അമ്മാതിരി ഒരു സീനുമാണത്. ആ ഒരു സീനിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമുക്കൊരു രോമാഞ്ചം ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ്. പിന്നീട് അങ്ങോട്ട് പോകുന്തോറും ആ സിനിമയുടെ ഓരോ ഇമോഷൻസ് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ അവസാനം ആകുമ്പോഴത്തേക്ക് ലൂസ് ചെയ്യണമെന്ന് പറയുന്നൊരു സീനുണ്ട്. അമ്മോ, തിയേറ്ററൊക്കെ നിന്ന് കത്തിയൊരു സീനായിരുന്നു. അമ്മാതിരി ഒരു സീനായിരുന്നു. സോ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിലിരുന്ന് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നിനെ മെച്ചമായിട്ട് തന്നെ പറയാം. ഒരു കിഡിലോസ്കി വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് 100% ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു സിനിമ. സൗബിൻ, അതുപോലെ തന്നെ ഗണപതി, പിന്നെ ദീപക് പറമ്പോളിൽ, പിന്നെ സലികുമാറിൻ്റെ മകൻ, അങ്ങനെ പിന്നെ നമ്മുടെ ജീൻ പോൾ ലാല്, ശ്രീനാഥ് ബാസി, ഇങ്ങനെ എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സ് മനോഹരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരാൾ പോലും മോശമല്ല. പിന്നെ അതുപോലെ തന്നെ തമിഴ്ന്ന് നമ്മുടെ കൈദിയിലെ നെപ്പോളിയൻ, പിന്നെ അതുപോലെ തന്നെ വേറെ 1-2 ആക്ടേഴ്സൊക്കെ വന്നിട്ടുള്ള എല്ലാവരും അവരുടെ പെർഫോമൻസ് ബെറ്റർ ആക്കിയിട്ടുണ്ട്. സോ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിനൊരു റിയലിസ്റ്റിക് ഫീൽ കൊടുത്ത് വളരെ ഗംഭീരമായിട്ട് തന്നെ അതിനെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആർട്ട് വർക്കിൻ്റെ കഴിവ് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ CG വർക്ക് എല്ലാം മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടോട്ടലി നമ്മൾ സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങനെ എന്താ പറയുക, നമ്മൾ അതിനകത്തങ്ങ് മുഴുകിപ്പോവും. അമ്മാതിരി ഒരു പടമാണ്. സോ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സർവൈവൽ ത്രില്ലർ മൂവിയാണ്. ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് കൂടി ആകുമ്പോഴത്തേക്ക് നമുക്കത്
കുറച്ചുകൂടെ വർക്കാവും. ഒരു ഫിക്ഷൻ അല്ലല്ലോ, ഒരു റിയൽ സംഭവമല്ലേ. അപ്പോൾ അത് അത്രയും കൂടെ വർക്കാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ എനിവേ ഇൻ ഷോർട്ട് മല്ലി ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിവേ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും